നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ്? രാവിലെ നമ്മൾ ഉണരുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. ഇന്ന് നമ്മൾ രാവിലെ കണ്ട ഒരു വാർത്ത എൻ്റെ മനസ്സിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ നടന്മാരുടെ പേരുകൾ പറഞ്ഞ് വലിയ ആളാവുകയാണ്. ഞാൻ ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്കാരുടെ പക്ഷം ചെന്ന് പറയുന്നതല്ല. അവരുടെ പക്ഷം പിടിച്ച് പറയാതിരിക്കുമ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്. എന്തിനാണ് ഒരു സമ്മതം ഒരിക്കൽ മൂളിയിട്ട് അയാളെ ക്രൂശിൽ തറയ്ക്കുന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ് എന്തു തന്നെയായാലും സ്ത്രീ പറഞ്ഞാൽ നിയമം അനുസരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ കേരളത്തിനുണ്ട്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് മോശമാണ്, ശിക്ഷയ്ക്ക് അർഹവുമാണ്. സ്ത്രീകളെ മാനിക്കുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ അമ്മയും സഹോദരങ്ങളെയും സഹോദരിയെയും മാനിക്കുന്ന കേരളത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് മലയാള സിനിമാ രംഗത്തെ ഒരു പ്രമുഖന്റെ പേര് ഈ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടിമാരിൽ ഒരാൾ വീണ്ടും പറയുന്നു. ശിവകാശി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ശിവകാശി എന്ന് പറഞ്ഞാൽ മലയാളികൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നല്ല പടക്കങ്ങളാണ്. അതായത് ദീപാവലി ആകുമ്പോൾ നല്ല ഗംഭീരമായ പടക്കങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ് ശിവകാശി. ശിവകാശിയിലെ പടക്കങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഇന്ന് വളരെ ഗംഭീരമായി പൊട്ടി തെറിക്കുന്നു. അപ്പോൾ ഈ നാക്കിന് എല്ലില്ല എന്ന് പറയുന്നത് പോലെ നാക്കിന് എല്ലില്ലാതെ എന്തും വിളിച്ചു പറയുന്ന തരത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പോലും സഭ്യതയില്ലാതെ, എന്തു പറയണം എന്നറിയാത്ത ഇത്തരത്തിലുള്ളവരുടെ വാക്കുകളാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ പോലും ചാനലുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കാണുന്നത്. സത്യം പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന വാക്കുകളാണ് നമ്മൾ ചാനലുകളിലൂടെയും ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയും കാണുന്നത്. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ പത്രങ്ങളിലാണെങ്കിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കില്ല. പക്ഷെ ചാനലുകളിലാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് സഭ്യമായി ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയുണ്ട്. പക്ഷേ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഈ വിളിച്ചു പറയലുകൾ അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് പറയുന്നത് ഈ ആരൊക്കെയാണ് ഈ വാർത്തകൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്, ദിവസവും പത്രം വായിക്കണം. പത്രം വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നു. പക്ഷേ ഇന്ന് ധൈര്യമായി പത്രം വായിക്കാനോ വാർത്തകൾ കാണാനോ പറയാൻ നമ്മൾ അറയ്ക്കുന്നു. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള നാക്കിനെല്ലില്ലാത്തത് കൊണ്ട് വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത നടി എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ചാനൽ, അവർ ഈ നടിയാണെന്ന് പറയുന്നത് ഇത്രയും പ്രസ്താവനകളുമായി ചാനലുകളുടെ മുന്നിൽ വന്നതിന് ശേഷമാണ് അവർ നടിയാണെന്ന് മലയാളികൾ അല്ലെങ്കിൽ ലോകം അറിയുന്നത്. നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. പറയുന്നതിന് സഭ്യത വേണം. എത്രയോ ആൾക്കാർ അല്ലെങ്കിൽ എത്രയോ നടിമാരും സീരിയൽ അഭിനയിക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്നവരും ഈ നടൻ എന്നെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് വിവരമുള്ളവർക്ക്. പക്ഷേ വിവരമില്ലാത്തവരുടെ ഈ വാക്കുകൾ നമ്മളുടെ കുഞ്ഞുങ്ങളും കേൾക്കുന്നു എന്ന വിചാരം വാർത്താ മാധ്യമങ്ങളിൽ ഇരുന്ന് ഇതൊക്കെ പടച്ചുവിടുന്നവർക്ക് കൂടെ വേണം. ദയവ് ചെയ്തൊരു റിക്വസ്റ്റ് ആണ്. ലോകം രാവിലെ എണീക്കുമ്പോൾ നല്ല വാർത്തകൾ വായിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഒരു സഹോദരൻ അർജുൻ ജോലിയുടെ ഭാഗമായുള്ള യാത്രയിൽ ഒരു പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് 71 ദിവസങ്ങൾ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ ഈ 71 ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഇല്ലാതെയാകുന്ന ആ സമയത്ത് മുതൽ കേരളം പ്രാർത്ഥിക്കുകയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ
ഈ പറയുന്ന അർജുൻ എന്ന ആ യുവാവിന് വേണ്ടി പ്രാർത്ഥനകളിലാണ്. അർജുൻ്റെ ഭാര്യയും വീട്ടുകാരും ഒറ്റയ്ക്കല്ല, കേരളം, സമൂഹം ഒന്നായി അവരുടെ കൂടെയുണ്ട്. ഈ നല്ല വാർത്തകളാണ്. നല്ല വാർത്തകൾ എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ഇല്ലാതായി എന്നത് നല്ല വാർത്തയല്ല, പക്ഷേ ആ വാർത്ത ഞെട്ടിക്കുന്നതാണെങ്കിലും ഈ ആശ്വാസം ഏകുന്ന ഒരു വാർത്തയാണ്, സമാധാനം നൽകുന്ന വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്തുന്നു. ഇത്രയും 71 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിനൊടുവിൽ ആ പരിശ്രമം വിജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്തുന്നു, അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്തുന്നു. അപ്പോൾ 70 ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം, കാണാതായ ഒരാൾ വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ ശരീരമെങ്കിലും ആ വീട്ടുകാർക്ക് കാണുവാനും അദ്ദേഹത്തിൻ്റെ ശേഷക്രിയകൾ ചെയ്യുവാനുമുള്ള അവസരം ദൈവം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ളൊരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ശരീരമെങ്കിലും, ചേതനയേറ്റ ശരീരമെങ്കിലും വീട്ടുകാർക്ക് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥന കേരളം ഒന്നാകെ, ജീവനോടെ വരണേ എന്നുള്ള പ്രാർത്ഥനകളും അതിനോടൊപ്പമുണ്ട്. പക്ഷേ നമ്മൾക്ക് തിരിച്ചറിയാം, ഇങ്ങനെയുള്ളൊരു പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടാൽ ജീവനോടെ തിരിച്ചു വരിക എന്നുള്ളത് വളരെ കുറച്ച് മാത്രം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള പ്രാർത്ഥനകൾ തിരിച്ച് ജീവനോടെ കിട്ടിയില്ലെങ്കിലും ആ ശരീരമെങ്കിലും കുടുംബത്തിന് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണേ എന്നുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേട്ടു. അതിലുള്ളൊരു സമാധാനം നമ്മുടെ കേരളത്തിനുണ്ട്. ആ ശരീരമെങ്കിലും കുടുംബത്തിന് കിട്ടി. അതിൽ നമുക്കെല്ലാവർക്കും മനസ്സിനൊരു സമാധാനമുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയിൽ ആദ്യമായി കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം, നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെയായിരുന്നു ബാലചന്ദ്ര മേനോൻ മലയാളികൾക്ക്. കാരണം നമുക്ക് ഒരുപാട് സിനിമാക്കാരുണ്ട്, ഒരുപാട് സിനിമ സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, സംഗീത സംവിധായകരുണ്ട്, തിരക്കഥ എഴുതുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന കുടുംബ കഥകൾ മലയാളി നെഞ്ചോട് ചേർത്തത് ബാലചന്ദ്ര മേനോൻ സിനിമകളിലൂടെയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, ഇതെല്ലാം ബാലചന്ദ്ര മേനോൻ. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളോട് തമാശയ്ക്ക് ചോദിക്കും, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം അങ്ങ് ചെയ്തു, അപ്പോൾ ബാലചന്ദ്ര മേനോനായി എന്ന് ആ തരത്തിൽ സംസാരിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തെ ഈ നടി വിളിച്ചു പറയുകയാണ്. ആദ്യം വേറൊരു നടൻ്റെ പേര് പറഞ്ഞു, പിന്നെ വേറൊരാളുടെ പേര് പറഞ്ഞു, ഇപ്പോൾ ബാലചന്ദ്ര മേനോന്റെ പേരിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഈ നടന്മാർ ജയസൂര്യയുടെയും മുകേഷിൻ്റെയും ബാലചന്ദ്ര മേനോൻ്റെയൊക്കെ പേരുകൾ, ഇനി എത്ര നടന്മാരുടെ പേരുകൾ ഈ നടിയെന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീ ചാനലുകളിൽ വന്നിരുന്ന് പറയും എന്നുള്ള ആകാംക്ഷയിലാണ് പത്രക്കാർ. കാരണം ജനങ്ങൾക്ക് ഇതറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവരുടെ കാര്യത്തിന് ജനങ്ങൾ ഇറങ്ങി നടക്കുന്നത് അവരുടെ ജോലിയാണല്ലോ, മീഡിയയുടെ ജോലിയാണല്ലോ. ഏത് നടൻ്റെ പേരാണ് ആ സ്ത്രീ പറയുന്നത്, ഉടനെ അവരെ വിളിച്ച് അതിൻ്റെ നിജസ്ഥിതി അറിയുക എന്നുള്ളതാണ് ചാനലുകളുടെ ലക്ഷ്യം. പക്ഷെ ഞാനൊന്ന് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ മാധ്യമധർമ്മം കാത്തു സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് മലയാളികൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. സിദ്ദിഖിന് നിഷ്കരണം, സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കൃത്യമായ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ കുട്ടി, ഈ സിനിമാ നടി കൊടുത്തിരിക്കുന്ന തെളിവുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള തെളിവുകളാണെന്നാണ് നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി അന്വേഷണം വളരെ കൂടുതൽ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് തെളിയിക്കുന്ന അന്വേഷണ ഭാഗങ്ങളൊക്കെ ഇനി വരാനുള്ളതാണ്. ഹൈക്കോടതി നിഷ്കരണം സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് അത് തള്ളിക്കഴിയുമ്പോൾ
അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, വീടുകൾ പൂട്ടി, സിദ്ദിഖിനെ കാണാനില്ല. അപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയുന്നു സിദ്ദിഖ് എവിടെ, സിദ്ദിഖ് രാജ്യം വിട്ടോ, സിദ്ദിഖ് മുങ്ങിയിരിക്കുന്നു, ഇത്തരത്തിലുള്ള ഹെഡ്ലൈനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മലയാളികളുടെ ആകാംക്ഷ, സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല. സിദ്ദിഖ് മലയാളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് സിദ്ദിഖ്. വളരെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി കഥാപാത്രങ്ങൾ, അത് ഹ്യൂമർ ആയിരുന്നാലും നമ്മളെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന തലത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് ശ്രീ സിദ്ദിഖ്. ഈ സിദ്ദിഖിന്റെ കാര്യമായതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ജനങ്ങൾ ഇന്ന് വരെ വളരെ കൃത്യമായിട്ട് അവര് ആകാംക്ഷയിലാണ്. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് മലയാളികൾ. അപ്പോൾ അതെന്ത് തന്നെയായാലും കേസിന്റെ വഴിക്ക് പോട്ടെ, ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷ അനുഭവിക്കണം, കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കണം. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള നാക്കിനെല്ലില്ലാതെ ആരുടെ പേരും വിളിച്ചു പറയുകയും എന്തും പറയാവുന്ന തരത്തിലേക്ക് ഒരു സ്ത്രീ എന്ന ഒരു മേലങ്കി മാത്രം അണിഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു നടിയാണ് ഞാൻ എന്ന ഒരു പേരിൽ ഇറങ്ങിയിരുന്ന എന്തും പറയുന്ന ചിലർ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സത്യവും മിഥ്യവുമൊക്കെ നാളുകളിൽ നമുക്കറിയാം. ഒരു നടി ഒരു നടനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചപ്പോൾ ആ നടിയുടെ ഒരു ബന്ധു, ഏറ്റവും അടുത്ത ബന്ധു പരാതി നൽകിയിരിക്കുന്നു. 16 വയസ്സ് മാത്രം പ്രായമായ തന്നെ മദ്രാസിൽ കൊണ്ടുവന്ന് ഒരാൾക്ക് കാഴ്ചവെച്ചു എന്ന് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് പോക്സോ കേസായി വന്നിരിക്കുന്നു. ഈ നടനെതിരെ ലൈംഗിക ആക്ഷേപം ഉന്നയിച്ച, കേസ് കൊടുത്ത ഈ നടി മറ്റൊരു കുട്ടിയെ, 16 വയസ്സുള്ള കുട്ടിയെ മറ്റുള്ള ആണുങ്ങൾക്ക് മുന്നിൽ ചെന്നൈയിൽ കൊണ്ട് കാഴ്ചവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കേസാണ് ഇനിയുള്ള നാളുകളിൽ എന്താവും എന്ന് ജനങ്ങളുടെ ആകാംക്ഷ. ഈ നടി അകത്താകുമോ? നടന്മാരുടെ പേരിൽ ലൈംഗിക ആരോപണ കുറ്റം പറഞ്ഞിട്ടുള്ള ഈ നടി പോക്സോ കേസിൽ അകത്താകുമോ എന്നാണ് ഇപ്പോൾ മലയാളികളുടെ ആകാംക്ഷ. എന്ന് പറഞ്ഞാൽ ഈ നടി പറഞ്ഞ് ആക്ഷേപിച്ച നടന്മാരെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും, ഈ കേസിന്റെ കാരണം കൊണ്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ചിലപ്പോൾ ഈ നടന്റെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാവും. നമ്മൾ 2-3 ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ചില വാർത്തകളാണ് നമ്മൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചില എപ്പിസോഡുകളിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ എന്തും തുറന്നു പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ശ്രീ ശാന്തിവിള ദിനേശ്. നമുക്ക് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാം. ഈ കാര്യങ്ങൾ എങ്ങനെ അദ്ദേഹം നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം ദിനേശ് ചേട്ടാ. നമസ്കാരം. ഞാൻ നമ്മുടെ പ്രോഗ്രാം ഫ്രെയിം ടു ഫ്രെയിമിൽ നിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ഇങ്ങനെ ചില നടിമാര് ഒരു ദിവസം വന്ന് ഒരു നടന്റെ പേര് പറയുന്നു, പിന്നെ അതുമായിട്ട് അങ്ങ് മുങ്ങുന്നു. പിന്നെ വാർത്താ മാധ്യമങ്ങൾ ആ നടന്റെ ജാതകവും തപ്പി ഇറങ്ങുന്നു. പിന്നെ അടുത്ത ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ അത് തണുക്കും, അപ്പൊ അടുത്ത നടന്റെ പേരുമായിട്ട് വരുന്നു. ഇങ്ങനെ നിരന്തരമായി ഇത്തരത്തിൽ ഈ നടന്മാരുടെ പേര് പറയും. ഇത് മലയാള സിനിമയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഈ ചാനലുകളിൽ, അല്ല നമ്മുടെ ഈ ഓൺലൈൻ മീഡിയകളിൽ കമന്റുകളായിട്ട് അവരുടെ എതിർപ്പുകളും വെറുപ്പുകളും കമന്റുകളായിട്ട് ഇടുന്നു. എന്താണ് ദിനേശ് ചേട്ടന് ഇങ്ങനെ ഈ അധിക പ്രസംഗത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഈ പരാതി പറയുന്നത് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ മീര ജാസ്മിനോ ഉർവശിയോ അങ്ങനെ ആരെങ്കിലാണോ? അങ്ങനെ ഇത് നടിയാണെന്ന് അവര് പറയുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇവര് നടിയാണോ അല്ലയോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോ. അപ്പൊ അതങ്ങനെ അങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ ഒരു നടി എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു മുഖം കണ്ടാൽ, ആ തിരുമോന്ത കണ്ടാൽ
അയ്യോ ഇത് ഇന്ന പടത്തിലുള്ളതല്ലേ എന്ന് പറയാത്ത ഒരാളിനെ ഞാൻ നടി എന്ന് പറയില്ല, ജൂനിയർ ആർട്ടിസ്റ്റ് പോലും പറയില്ല. അതെ അതെ അപ്പൊ അതെ, ഇങ്ങനെ പറയുന്ന നിങ്ങൾ സംസാരിക്കുന്നത് ആ മീനു മുനീർ എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ചാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവര് 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 നല്ല ഡിഗ്രി ഉള്ള ഒരു സ്ത്രീയാണ്. കാരണം അമ്മയുടെ അനുജത്തിയുടെ മകള് 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ 4 തമിഴന്മാർക്ക് കൂട്ടിക്കൊടുത്ത പാരമ്പര്യം ഉണ്ടെന്നാണ് ഇപ്പൊ ആ കുട്ടി തന്നെ, ആ പെൺകുട്ടി തന്നെ. ഇപ്പൊ ആ കുട്ടിക്ക് 26 വയസ്സായി. ആ കുട്ടി പറയുന്നു എന്നെ 16 വയസ്സിൽ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് മദ്രാസിൽ വിളിച്ചു വരുത്തി അമ്മയെ വീട്ടിലിരുത്തിയിട്ട് എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തമിഴ്നാട്ടിലെ ഒരു 4 അണ്ണാച്ചിമാർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു. ഞാൻ അവിടുന്ന് കുതറി രക്ഷപ്പെടുകയാണ് ചെയ്തു എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പൊ. അപ്പൊ ആ കുട്ടി പറയുന്നു ഇവര് 100-ലധികം പെൺകുട്ടികളെ വിദേശങ്ങളിലേക്ക് സെക്സ് റാക്കറ്റിന് വിറ്റിട്ടുണ്ടെന്ന് പറയുന്നു. അവരാണിപ്പോ ഈ മുകേഷിനെതിരെ, ബാലചന്ദ്ര മേനോനെതിരെ, മോഹൻലാലിനെതിരെ, മമ്മൂട്ടിക്കെതിരെ, ജയസൂര്യക്കെതിരെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് കൃത്യമായും സർക്കാരിന്റെ ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് ഈ പെണ്ണുങ്ങൾ ഏത് പെണ്ണുങ്ങൾ പറഞ്ഞാലും അവർ പറയുന്നവരുടെ പിറകെ പോവുകയാണ് പോലീസ്, അന്വേഷണ ഉദ്യോഗസ്ഥർ. അത് അവർ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ തിയേറ്ററിൽ കളിക്കുന്ന ഞങ്ങൾ നിർത്തുകയാണ് ഹേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവിടെ മീശ വെച്ച് നടക്കുന്ന ഒരു സിനിമാ സംഘടനയുടെ നേതാവിനും ഇല്ല. അതാണ് പ്രശ്നം. അവർ പറയണം പച്ചയ്ക്ക് കോടിക്കണക്കിന് രൂപ 1 രൂപ മുടക്കാതെ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ടാക്സ് എന്ന് പറഞ്ഞ് തരുന്ന ഞങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കാനായിട്ട് ഏതെങ്കിലും കൂതറകൾ ഇറങ്ങിയാൽ അവര് പറയുന്നത് വേദവാക്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന 6 അന്വേഷണ ഉദ്യോഗസ്ഥർ സിനിമാക്കാരുടെ, നിർമ്മാതാക്കളാവട്ടെ, നടീനടന്മാരാവട്ടെ, ടെക്നീഷ്യന്മാരാവട്ടെ, അവരുടെ പിന്നാലെ പായുന്ന ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ സിനിമ നിർത്തുകയാണ്, കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്നില്ല, കേരളത്തിലെ തിയേറ്ററിൽ കളിക്കാൻ തരുന്നില്ല എന്ന് പറയാൻ മീശ വെച്ച ഒരാണ് പോലും മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ എല്ലാ അനന്തരഫലം. ഇപ്പൊ തലയും മുണ്ടിടാതെ റോഡെ ഇറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. കാരണം സിനിമാക്കാരനെന്ന് പറഞ്ഞ ഉടൻ കേൾക്കും നീയും കൂട്ടി കൊടുത്തിട്ടുണ്ടോന്ന്. അതാണ് ഇപ്പോഴത്തെ ഗതികേട്. കാരണം ഏത് സ്ത്രീക്കും ആരെയും എന്തും പറയാം. മമ്മൂട്ടിയെ വരെ പറയുന്നു എന്നുള്ളതാണ്. എനിക്ക് മമ്മൂട്ടിയെ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് വേദനിക്കും. കാരണം സിനിമയിൽ കുറെ പ്രിൻസിപ്പിൾ വേണമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളെ പോലും ഈ സ്ത്രീ വിടുന്നില്ല. അപ്പോ ഓരോ ദിവസം ഓരോരുത്തരെ പറയും. കുറെ ആണുങ്ങളൊന്നും ഞാൻ വിളിക്കില്ല, കുറെ അലവലാതി യൂട്യൂബർമാര് ഒരു കോലം, പിണറായി പറയുമ്പോൾ ഒരു കോലും കൊണ്ട് ഇവളുടെ പുറകെ നടന്ന് ഇവള് പറയുന്ന മുഴുവൻ ചിത്രീകരിച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. അതിന്റെ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് നേരം ആലോചിച്ച് നോക്കി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. നമ്മൾ എന്തെങ്കിലും സൈബറിലെ ഒരു ചെറിയ ഹെഡിങ്ങോ ഒരു ചെറിയ പിഴയോ വന്നാൽ അപ്പൊ ദിനേശിനെ പൊക്കുന്ന അല്ലെങ്കിൽ ദിനേശിനെ വിളിക്കുന്ന ഇവിടുത്തെ സൈബർ ഇടം എന്തുകൊണ്ട് ഇപ്പോഴത്തെ യൂട്യൂബർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ സദാചാരത്തിന്റെ പാലകരെന്ന് പറയുന്നവർ ഇട്ടിരിക്കുന്ന ഹെഡിങ്ങൾ നിങ്ങൾ നോക്ക്. പൂർണ്ണ നഗ്നയായി അഭിനയിച്ച 6 നടിമാരുടെ കടിയും വികൃതിയും. ഒരു പെണ്ണാണ് ഈ യൂട്യൂബർ. ഒരു പെണ്ണ് നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു കൂതറ പെണ്ണ് വന്നിരുന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഹെഡിങ് പൂർണ്ണ നഗ്നരായി അഭിനയിച്ച 6 നടിമാരുടെ കടിയും വികൃതികളും. ലാൽ സുമലതയെ പീഡിപ്പിച്ച് രസിപ്പിച്ചത് കേസാകാത്തത് എന്തുകൊണ്ട്? കൂട്ടിക്കൊടുപ്പിന് കുപ്രസിദ്ധി നേടിയ 3 വേശ്യാങ്കനകൾ, വാസവദത്തകൾ ആരൊക്കെ? എന്നിട്ട് എന്താ പറയാ, പത്മശ്രീ അടക്കം വാങ്ങിയ സുകുമാരി ചേച്ചിയും കബീർ പൊന്നമ്മയും ലക്ഷ്മിയുടെയൊക്കെ ഫോട്ടോ വെച്ചാണ് അവർ ആ പെൺകുട്ടി ഇത് ഇറക്കിയിരിക്കുന്നത്. ബലാത്സംഗ വീരൻ സിദ്ദിഖ് മമ്മൂട്ടിയുടെ സുരക്ഷിത കേന്ദ്രത്തിൽ ഇക്കയെ കെട്ടിപ്പിടിച്ച് നാണം കെട്ട നടിമാർ. പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത ക്രൂരനോ മോഹൻലാൽ. മോഹൻലാലിനൊക്കെ നാണമില്ലെന്നേ. പൊന്നുപോലെ അവർക്ക് ഒരു സ്ട്രോക്ക് വന്ന ശേഷം പൊന്നുപോലെ എറണാകുളത്ത് രാജകീയമായി കിടത്തി ചികിത്സിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിന്റെ അമ്മയെ അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത ക്രൂരനോ മോഹൻലാൽ. ഫാമിലി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നാണ് ആ ചാനലിന്റെ പേര്. 3 പെണ്ണുങ്ങളെ കട്ടിൽ നഗ്നരായി കിടത്തി പണിത ചെറ്റ ബാലചന്ദ്ര മേനോനെ പറയുന്നതാണ്. ഈ ഒരു പെണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, സൈബർ വിങ് ഇതൊന്നും കാണുന്നില്ല. ഇത് ആരെയൊക്കെയാണ് ഇവർ പറയണേ? ആലോചിക്കുക. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ മാറ്റിയ മോഹൻലാലിനെയൊക്കെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയണേ. ഒരു നല്ല വെളുത്ത സുന്ദരിയായ ഒരു പെണ്ണ് എവിടുന്ന് ഇറങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാ. അലവല വാ തുറന്ന വിളിക്കുന്നത് വികട സരസ്വതി തെറിയാണ് പറയണം മൊത്തം. അപ്പൊ സ്ത്രീകൾക്ക് എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമാവുകയാണ്. യൂട്യൂബ് ആയാലും ശരി, സിനിമാ നടി എന്ന് പറഞ്ഞ് നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് പോലും അല്ലാത്തവർക്കും ആരെയും എന്തും പറയാം. നിങ്ങളെ സാബു സൂക്ഷിക്കുക. നിങ്ങൾ കുറെ കാലമായിട്ട് രാമേന്ദ്രബാബു അടക്കം ഒരുപാട്, അശോകർനാഥ് അടക്കം ഒരുപാട് പേരുടെ അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും ആർ സുകുമാരനോടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ് നിങ്ങൾ. ഏത് സമയവും സാബു എന്നെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് വാർത്ത വരാം.
തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും ഇപ്പൊ പേടിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം 10-39 വർഷം സിനിമയിൽ നിന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു അലവലാതി എന്റെ പേര് പറയുമെന്നാണ് എനിക്ക് പേടി. അല്ല നമ്മള് ശത്രുക്കൾ ഒരുപാടുള്ളതാണ്. അപ്പൊ ആരെങ്കിലും ഇവിടെ തിരുവനന്തപുരത്തിന് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഒരു മരണ വീട്ടിൽ ഇരുന്നാൽ പോലും പോയി അടിയടാന്ന് ഷമി തിലകനോട്, ശോഭി തിലകനോടൊക്കെ പറയുന്ന വീരാങ്കനകളുള്ള നാടാണല്ലോ തിരുവനന്തപുരം. അപ്പൊ അവരാരെങ്കിലും ഒരു പെണ്ണിന് ഒരു 50,000 രൂപ കൊടുത്തിട്ട് ഇറക്കിയ പോരെന്നേ. ദിനേശ് എന്നെ കെട്ടിപ്പിടിച്ചു, കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലടുത്ത് നോക്കി എന്ന് പറഞ്ഞു വന്നാൽ എന്നെയും പിണറായി പിടിച്ചാകത്തുള്ളൂ. അതാണ് പ്രശ്നം. അല്ല ഇവിടെ ഈ നടി ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടി എനിക്ക് തോന്നുന്നു രജനീകാന്തിന്റെയും ഷാരൂഖ് ഖാന്റെയും പേര് മാത്രമേ ഇനി പറയാനായിട്ട് ബാക്കിയുള്ളൂ. ഹിന്ദിയിലേക്ക് പോകണ്ടെന്നേ. എനിക്കിപ്പോ ആകെ സംശയമുള്ള ഈ 95 വയസ്സായ മധുസാറിന്റെ പേര് ഭാഗ്യത്തിന് പറഞ്ഞില്ല. അതെ അതെ അതെ, അത് മാത്രമേ ഉള്ളൂ ഏക ആശ്വാസം. കാരണം ഏതാണ്ട് 80-85 വയസ്സായ ഹരിഹരന്റെ പേര് വരെ ഇപ്പൊ പുറത്ത് ഇത്തരം ലേബലിൽ നിൽക്കുന്ന നാട്ടിൽ മധുസാറിനെ പോലെ ഒരു പാവം ഒരു സീനിയറായ ഒരു മനുഷ്യന്റെ പേര് പറയാത്തത് മാത്രമാണ് ആകെപ്പാടെ ഇവർ ചെയ്തൊരു മര്യാദ. ഇനി അങ്ങനെ പേരും പറയും ശ്രീകുമാരൻ സ്ട്രോക്ക് വന്ന് കിംസ് ആശുപത്രി കിടക്കുന്നു എന്ന് പറയുന്നു. തമ്പി സാറിന്റെ പേരൊക്കെ കയറി വല്ലവളും പറയുമെന്നാണ് എനിക്ക് പേടി. അതേ ഉള്ളൂ എനിക്ക് പേടി. കാരണം ഇവിടെ ഇതൊക്കെ നടക്കും സാബു. കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായി നടക്കുന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ മറ്റവനെ പിടിച്ച് അകത്തിട്ടില്ല എന്നൊക്കെ നെഞ്ച് ഇരട്ട ചങ്കൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ആണുങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത ഒരു നാടായി കേരളം മാറ്റുന്നു, അല്ലെങ്കിൽ കേരളം മാറുന്നു. ഭരിക്കുന്നവർ അതിന് ഓശാരം പാടുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര കുഴപ്പമായിരിക്കും. ആണുങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ പണ്ട് സുഗതകുമാരി ടീച്ചർ മാത്രമാണ് അത് പറഞ്ഞിരുന്നത്. ഇപ്പോ സിനിമാക്കാരെ പറ്റി പറയുന്നത് രാവിലെ ചന്ദ്ര കുറിയൊക്കെ ഇട്ട് പാളയങ്കടം കുറിയൊക്കെ അടിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് സ്വയമൊക്കെ അടിച്ച് ഇറങ്ങുന്നത് ബലാത്സംഗത്തിനാണെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും എന്താവും സംഭവിക്കുക? മമ്മൂട്ടിയെ പോലും കുരിശിലേറ്റുന്നു എന്ന് പറയുമ്പോ ഈ നാടിന്റെ അവസ്ഥകൾ അരച്ചു ആരെ പറ്റി പറയാന്ന്? ആരെപ്പറ്റി? ഇപ്പൊ നിങ്ങളുടെ ഈ ഫോൺ ഞാൻ സംസാരിക്കുന്ന ഫോണിലെ മെസ്സേജ് വോയിസ് പുറത്തു വന്നാൽ എന്റെ പേരിലും വരാം നാളെ. അതിന് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ഇവിടെ ആളുമുണ്ട്. കാരണം ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട്. അത് പോലീസിൽ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനെ പിടിച്ച് ഞാൻ അകത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഒരു സുരക്ഷിതത്വം ഇല്ല സാബു. വരും ദിവസങ്ങളിൽ സിനിമ ഇങ്ങനെ നാറി ചീഞ്ഞ് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ആകെ ഒരു പരാതിയേ ഉള്ളൂ. ഈ ഫെഫ്കയുടെ തലവനായാലും നാറ്റയുടെ തലവനായാലും അമ്മ ചീഞ്ഞ് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ആകെ ഒരു പരാതിയേ ഉള്ളൂ. ഈ ഫെഫ്കയുടെ തലവനായാലും നാറ്റയുടെ തലവനായാലും മനസ്സിലായില്ലേ? എല്ലായിടത്തും മീശ വെച്ചവന്മാരായിരിക്കുന്നത്. എന്തിനീ ഇങ്ങനെ മീശ വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവന്മാരൊക്കെ മറ്റേ ഫെഫ്കയിലെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് പൊളിറ്റ് ബ്യൂറോ ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഫെഫ്കയുടെ പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ച ചെയ്ത് മുഴുവൻ പേരെയും നാറ്റി ഈ സിനിമാ രംഗത്തുള്ളവന് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കും ഈ പെണ്ണുങ്ങൾ. അപ്പൊ ഈ സംഘടനകൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരിക്കും പോലെ ഇരിക്കുകയാണ്. ഇവർക്ക് നാണം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നിറങ്ങിപ്പോയി മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് ഈ മുഖ്യമന്ത്രിയെ പേടിക്കുന്നതിനെന്നേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി അല്ലേ? അങ്ങനെ കണ്ട് പറയണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ കയറൂരി വിട്ടാൽ ഞങ്ങൾ സിനിമ നിർത്തുകയാണ്, ഷൂട്ടിംഗ് ഞങ്ങൾ മദ്രാസിലേക്ക് മാറ്റുകയാണ്, തനിക്ക് ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറയണ്ടേ? പോവും. കാരണം ഒരുപാട് പൈസ പോവുക, കോടിക്കണക്കിന് രൂപ ദിവസം കിട്ടുന്നതാണ് ടാക്സ് എന്ന് പറഞ്ഞു. മനസ്സിലായ? അതെ. ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇതുപോലുള്ള ഈ എന്തിനും പുറപ്പെട്ട് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള നടികൾ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് FIR ഇട്ട് കേസെടുത്ത് അയാളെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ആ പറയുന്ന നടൻ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അത് തള്ളിക്കളയാതിരിക്കുകയോ ജാമ്യം കിട്ടിയാലും അറസ്റ്റ് രേഖപ്പെടുത്തി പുറത്തുവിടുന്നു. അപ്പോൾ ഇത് ഒരു ആണിന്റെ മാനത്തിന് വില പറയുന്ന തരത്തിലാണ് സ്ത്രീകൾ ഈ പറയുന്ന എന്തും വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം ഇന്ന ഒരാളിൽ നിന്ന്. ചിലപ്പോൾ ഈ പറയപ്പെടുന്ന നടൻ നിരപരാധിയായിരിക്കും, നമുക്കറിയാൻ പറ്റൂല. പക്ഷേ ഈ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത എന്ന് പറയാൻ ഇന്ന നടനെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു, മെഡിക്കൽ പരിശോധന നടത്തി എന്നൊക്കെ പറഞ്ഞ് ഈ വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഇനിയും നടന്മാര് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ആക്ഷേപങ്ങൾക്ക് പാത്രമാകാനായിട്ട് സാധ്യതയുണ്ട് എന്നിരിക്കെ ഇതിന് ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ നിയമം അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ നിയമവകുപ്പോ ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണ്ടേ? എന്ത് നിയമം കൊണ്ടുവരാനേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മമ്മൂട്ടി അല്ലാതെ വന്ന ഏക സിനിമാക്കാരനാണ് ദിലീപ്. അയാളെ കേസന്വേഷിക്കുന്ന
പറയുന്ന ADGP സന്ധ്യ എന്ന് പറഞ്ഞവർ ദിലീപ് കൊടുത്ത പരാതിയുടെ ചില സംശയങ്ങൾ കേൾക്കാനുണ്ടെന്ന് പറഞ്ഞ് പോലീസിന്റെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് 88 ദിവസം അകത്തിട്ടിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ച എന്താ, ഞാൻ ആരെയും പിടിച്ചകത്തിടും എന്നാണ് പ്രസംഗിച്ചത്, ഇല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ എനിക്ക് ദൂരീകരിക്കാനുണ്ട്, ഒന്ന് വരാമോ എന്ന് കേട്ടപ്പോ അയാൾ യാതൊരു കോവിലിൽ നിൽക്കുകയായിരുന്നു. അവിടുന്ന് പാളയങ്ങളും കുറി അടിച്ചുകൊണ്ട് ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞ് ഇയാളെ ചെന്ന് കയറി കൊടുത്തു, പിടിച്ചകത്തിട്ടു. അല്ല, അവിടെയാണ് ഒരു സംശയം കേരള ജനതയ്ക്കുള്ളത്. ഇതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടനെതിരെ ഈ കേസ് ഈ മുൻകൂർ ജാമ്യം തള്ളി ഇപ്പോൾ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കും. പക്ഷേ ദിലീപിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചതിയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെനങ്ങാന്ന് എന്ത് ആഹാരം കഴിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. 8 വർഷം മുമ്പ് മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് കഴിച്ച ആഹാരത്തിന്റെ കൃത്യമായ കണക്ക്, മീൻ പൊരിച്ചത്, തൈര്, ചോറ് എന്ന് പറഞ്ഞ് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്നു. പോലീസ് മസ്കറ്റ് ഹോട്ടലിലെ ബില്ലെടുത്ത് പരിശോധിച്ചപ്പോൾ അയാൾ മീൻ കഴിച്ചിട്ടുണ്ട്, തൈര് കഴിച്ചിട്ടുണ്ട്, ചോറ് കഴിച്ചിട്ടുണ്ട്. ഈ 8 വർഷം മുമ്പ് മീൻ കഴിച്ചതും തോരൻ വാങ്ങിയതും ഒക്കെ നമുക്ക് അങ്ങനെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ബുദ്ധിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥയാണെങ്കിൽ മനസ്സിലാക്കണം, സിദ്ദിഖിനെ പെടുത്താനായിട്ട് കൃത്യമായിട്ട് അയാൾ ആഹാരം കഴിക്കുന്നിടത്ത് ചെന്നിരുന്ന് അയാൾ എന്താണ് കഴിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ പറയാൻ പോകുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഹോട്ടലില് അയാൾ താമസിക്കുന്ന, അയാൾ സംവിധായകനല്ല, നിർമ്മാതാവല്ല. അയാളെ കാണാൻ അമ്മ, അച്ഛൻ, കൂട്ടുകാരി എല്ലാമായിട്ട് ചെന്നിട്ട് അമ്മ, അച്ഛൻ, കൂട്ടുകാരി എല്ലാം റിസപ്ഷനിൽ ഇരുത്തിയിട്ട് ഞാൻ എന്തിനു ഒറ്റയ്ക്ക് പോയെന്ന് എന്താ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കാത്തേ? അത് ചോദിച്ചാൽ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ലല്ലോ. കേരളത്തില് ഈ സർക്കാർ ഭരിക്കുമ്പോ ഇതൊന്നും ചോദിക്കില്ല, എന്റെ പാർട്ടി ഭരിക്കുമ്പോ ഇതൊന്നും ചോദിക്കില്ല. ഞങ്ങൾ അതൊക്കെ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തോളാം. അതാണ് പ്രശ്നം. ഇത് നാറും നാറ്റും. നോക്കിയോളൂ, ഈ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനായ മമ്മൂട്ടിയുടെ പേര് വരെ ഈ കൂതറകൾ പറയും. നോക്കിയോ, അങ്ങനെ സിനിമാ സമൂഹത്തിനെ മൊത്തം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കി മാറ്റും ഈ സർക്കാർ. അങ്ങനെ അതേ സംഭവിക്കുള്ളൂ. പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മീശ വെച്ച കുറെ നേതാക്കന്മാർ, ഇവനൊക്കെ നാണമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാജിവെച്ച് പോണ്ടേ? അമ്മയുടെ തലപ്പത്തും തേങ്ങയുടെ തലപ്പത്തും റെപ്കയുടെ തലപ്പത്തും പ്രൊഡ്യൂസേഴ്സിന്റെ തലപ്പത്തും എന്ന് പറഞ്ഞ് കുറെ മീശ വെക്കാത്ത ഒറ്റ എണ്ണ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം മീശ വെച്ചോമാരാ. യുവമാർക്ക് നാണമുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് കാര്യമില്ല. കാരണം സജി ചെറിയാന്റെ മുട്ടടിക്കും പിണറായി വിജയനെ കണ്ടാൽ. പിണറായി വിജയനെ കണ്ട് പറയണ്ടേ, സാറേ ഞങ്ങള് കേരളത്തിൽ സിനിമാ ചിത്രീകരണവും സിനിമാ പ്രൊഡക്ഷനും നിർത്തുകയാണെന്ന് പറയണ്ടേ? പറയില്ല. കാരണം എന്റെ പേരില്ലല്ലോ എന്നാണ് ഇവർ മനസ്സിൽ ആലോചിക്കുന്നത്. അപ്പൊ സിനിമയിൽ അറിയാമല്ലോ, ഒരുത്തനും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത ഫീൽഡാണല്ലോ. അപ്പൊ പൊക്കണവന്മാരെ പൊക്കിട്ടെന്നേ. സിദ്ദിഖിന്റെ ഒക്കെ തോളി കൈയിട്ട് കിടന്നവന്മാരാണ് ഈ സംഘടനയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവന്മാര്. ഒരമ്മ പെറ്റെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണനെയും സിദ്ദിഖിനെയും കണ്ട. ഒരമ്മ പെറ്റെന്ന് തോന്നും മമ്മൂട്ടിയും സിദ്ദിഖിനെയും കണ്ട. മോഹൻലാലിനെയും സിദ്ദിഖിനെ കണ്ട. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ജീവിച്ച ആളുകളാണ്. മുകേഷും മോഹൻലാലുമായിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുകേഷും മമ്മൂട്ടിയായിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒറ്റ എണ്ണ ഇറങ്ങില്ല. കാരണം എന്റെ പേരില്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ, അവൻ ചട്ടിയിലാകട്ടെന്ന്. ഇതാണ് സിനിമാക്കാരനെന്നേ. ഈ പണ്ടുള്ളവർ പറയും, ഈ പരന്ന പാത്രത്തിൽ ഞണ്ടിനെ പിടിച്ചിട്ടാലും ഞണ്ടിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത് വലിഞ്ഞു കയറുമ്പോൾ താഴെ നിൽക്കുന്ന ഞണ്ട് വാലിൽ പിടിച്ച് തൂക്കി താഴെ ഇടും എന്ന് പറയും പോലെ സിനിമയില് രക്ഷപ്പെടുന്നവന്മാരോട് അസൂയാണല്ലോ അവന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 5 or 10 എണ്ണം ചട്ടിയിലാവണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുന്നവന്മാരാണ് സിനിമയിലുള്ള സംഘടനാ നേതാക്കളെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചു, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേതാക്കന്മാരെന്ന് പറയുന്ന രഞ്ജിത്തും ആന്റോ ജോസഫും മറ്റേ രാകേഷും ഒക്കെ വന്ന് മുഖ്യമന്ത്രിയോട് പറയണ്ടേ, ഞങ്ങളുടെ സിനിമ ഒരു ഇൻഡസ്ട്രിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നതെന്ന് പറയണ്ടേ? വഴിയെ പോകുന്ന ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ പൂങ്കുഴലിയും മറ്റേ കൊള്ളിയും എല്ലാം കൂടെ ഇറങ്ങി ഇങ്ങനെ പിടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, പരാതി കൊടുത്ത മുകേഷിനെ ഇത്രയും നാണം കെടുത്തിയ ഒരു ഇടതുപക്ഷ MLA നാണം കെടുത്തി. അയാള് കേസിന്റെ നാൾ വഴി അനുസരിച്ചാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യില്ല. പക്ഷെ കോടതി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണം. ഇവിടെ മാതൃഭൂമി പത്രമൊക്കെ നിങ്ങൾ എടുത്ത് നോക്കും. ഇങ്ങനത്തെ പത്രം കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. കാരണം സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ 1/2 പേജാണ് ഫോട്ടോ അടിച്ചു വിട്ടിരിക്കുന്നത്. ഒരു വലിയ പെയിന്റിങ് വരച്ചിട്ട് സിദ്ദിഖിനെ വലയിക്കാക്കിയിട്ട്. ഇവനൊക്കെ നാണമില്ലെന്ന്. അതാണ് പ്രശ്നം. കാരണം ഈ കേസ് കഴിഞ്ഞാൽ സിദ്ദിഖിനെ മാതൃഭൂമി അല്ലെങ്കിൽ അവരുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന്റെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ വെളുക്കെ ചിരിച്ച് പെലോളിക്ക് പോകും പോലെ വലിയ കരയുള്ള വെള്ളം മുണ്ടുമൊക്കെ എടുത്ത് കൊടുത്ത് കഷന്റെ തലയൊക്കെ തടവി സിദ്ദിഖ് പോകും. അതാണ് പ്രശ്നം. സിനിമാ സമൂഹം പറയണമെന്ന് ഒറ്റ പത്രക്കാരന്മാരുടെ ഒറ്റ ചാനലിന്റെ പരിപാടിക്ക് വരില്ല എന്ന് പറയണ്ടേ? ആണുങ്ങളാണെങ്കിൽ പറയും, പക്ഷെ അവന്മാർ പറയില്ല. ആണും പെണ്ണും കെട്ടവന്മാരായിട്ട് പറയില്ല. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, സിനിമാ സംഘടനയിലുള്ളവർ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടു, അങ്ങേർക്ക് അറിയില്ലല്ലോ ഇത്. അദ്ദേഹത്തെ കണ്ട് പറയണ്ടേ, സാറേ ഇത് ചീറ്റിംഗ് ആണ്, പൈസ വാങ്ങിച്ചു
വാങ്ങിച്ചിട്ട് കിടന്നു കൊടുത്തോളും, പൈസ വാങ്ങിക്കാതെ കിടന്നു കൊടുത്തോളും ഒക്കെ ചീറ്റിംഗ് ആണ് സാറേ ഇത്. അല്ലെങ്കിൽ 8-15 വർഷം കഴിഞ്ഞ് സാറിന്റെ അടുത്ത് ഇങ്ങനെ പരാതിയായിട്ട് വരുമോ? എന്നിട്ട് പരാതിയും സാറിന് എന്നിട്ട് സാറ് കണ്ടില്ലേ, കോടതി ജഡ്ജി തലയിൽ കൈ വെച്ച് 1 ലക്ഷം രൂപ തരാമോ? പിന്നെ വഴിയെ പോണേ ആർക്കും ഞാൻ ഉമ്മ കൊടുക്കുമെന്ന് പറയുന്ന ആളാണ് കേസ് കൊടുക്കണം. ആലോചിക്ക്, ഉമ്മ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഇതാ ഇന്ന് ബാലേന്ദ്രന്റെ പേര്, ബാലേന്ദ്രന് ഉമ്മ കൊടുത്തതാണ്. ഇങ്ങനെ ഉമ്മ കൊടുക്കും, ഞാൻ എല്ലാവർക്കും ഉമ്മ കൊടുക്കുമെന്ന് പരസ്യമായി പറയുന്ന ഒരു സ്ത്രീ കൊണ്ട് കൊടുക്കുന്ന പരാതിക്ക് എന്ത് വിലയുണ്ട് നിങ്ങൾ? ഇത് എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്. അറിവുണ്ടെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അതായത് ഈ പറയുന്ന നടി ചാനലുകളിലൂടെ പരാതി പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവര് നിയമപരമായിട്ട് ഇത് പരാതി കൊടുക്കുന്നുണ്ടോ, അതോ ഈ ചാനലിൽ വരുന്നത് പരാതിയായി സ്വീകരിക്കുകയാണോ പതിവ്? അല്ല, ആ സ്ത്രീ സത്യം പറഞ്ഞാൽ മാസം കഴിഞ്ഞ് പ്രസവിച്ചെന്ന് പോലും ഞാൻ പറയില്ല. ബുദ്ധി കുറവുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ത് ആസ്വദിച്ചെന്നറിയാം ഓരോരുത്തരും പീഡിപ്പിച്ച കഥ അവർ പറയണേ, ചിരിച്ചോണ്ടല്ലേ സംസാരിക്കുന്നേ. എന്നെ ക്രൂരമായി പീഡിപ്പിച്ച മുകേഷിനെ വിളിക്കുന്ന മുകേഷ് ഏട്ടാന്നാണ്. ഞാൻ മുകേഷ് ഏട്ടാന്നേ വിളിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഉമ്മ അയക്കുകയും ചെയ്യും. ഞാൻ സ്ഥിരമായിട്ട് ഉമ്മ അയക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് 25,000 രൂപ 1 ലക്ഷം രൂപ കടവും ചോദിക്കും. നമ്മൾ പിണക്കുണ്ടെന്നേ. കാരണം സിനിമാ നടനല്ലേ, നാളെ എനിക്കൊരു വേഷം വാങ്ങി തന്നാലോ, MLA അല്ലേ, എന്റെ മോനൊരു ജോലി വാങ്ങിച്ചു കൊടുത്താലോ, അതുകൊണ്ട് ഞാൻ പിണക്കൂലെന്നില്ല. അവരൊരു ഇന്നസെന്റ് ആയിട്ടാണ് ചില നേരത്ത് സംസാരിക്കുന്നത്. കാരണം മൊട്ട അരുണിനെ പോലുള്ളവരൊക്കെ നല്ല കൂർമ്മ ബുദ്ധിയോടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മണ്ടത്തരങ്ങളല്ലേ വിളിച്ചു പറയണേ, പിന്നെ എങ്ങനെ ജാമ്യം കിട്ടാതിരിക്കും? അപ്പൊ ഇങ്ങനെ ആളുകളെ അധിക്ഷേപിക്കുന്ന ഒരു സംഘം ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല സാബു. ഞാനൊക്കെ കരുതിയിരുന്നത് എനിക്ക് ഈ സഹോദരിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് വലിയ വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഉള്ള ആളാണ്. സ്വന്തം പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത അവയവം കൈവക്കി കാണിച്ചിട്ട് അവിടെ കിടക്കുന്ന കുറെ രോമാവൃതമായ ശരീരം കാണിച്ച് സ്വയം ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് പറയാണ് ഞാന് ഭംഗിയായിട്ട് വളർത്തിയെടുക്കുന്ന കാടാണെന്ന്. കേസ് കൊടുക്കാൻ പരാതിയും കൊണ്ട് വരുന്നവരോടൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് ആളുകളെ പ്രലോഭിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മാന്യമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും സ്വന്തം മുഖ്യഭാഗങ്ങളുടെ മുടി വളർന്നത് ഫോട്ടോ എടുത്ത് സ്വയം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ വളർത്തിയെടുക്കാൻ അമോണിയൊക്കെ ഇട്ട് ഫാക്ടം പോസ്റ്റൊക്കെ ഇട്ട് വളർത്തിയെടുക്കുകയാണെന്ന് ഇങ്ങനെ മേലെ എഴുതുന്നവരെ അവരുടെ പരാതികൾക്കും അത്തരം അവജ്ഞയോടെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പേരിൽ പോക്സോ കേസ് എടുക്കും. അതാണ് പ്രശ്നം. പോക്സോ കേസിലെ പ്രതിയാണല്ലോ, നിങ്ങൾക്കറിയാലോ കൂടത്തെ. തീർച്ചയായിട്ടും ഇവിടെ ആരെങ്കിലും നേരെ സത്യസന്ധമായി സംസാരിച്ചാൽ കള്ളപ്പരാതി ഉണ്ടാക്കി പോക്സോ കേസ് കൊടുക്കുന്ന നാടാണ്. ആ നാട്ടിൽ കമൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ് കേരളത്തിലെ. പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാത്തതാണ് എനിക്ക് ആകെ ഉള്ള ഒരു അത്ഭുതം. പോളിറ്റ് ബ്യൂറോയിലും ചിലപ്പോൾ അയാളെ എടുക്കും. പോളിറ്റ് ബ്യൂറോയിൽ കമൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം അത്രയും കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മൾ 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി 17 വയസ്സ് മുതൽ ചെങ്കൊടി പിടിച്ചു കിടന്ന ഞാൻ ഒരു പെണ്ണുപിടിയനും പോക്സോ കേസിലെ പ്രതിയുമൊക്കെയാണ്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി പോലും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലേ, ഒരു മുൻ സംവിധായകൻ ഇവിടെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ മോശമായി പെരുമാറിയപ്പോൾ അയാളുടെ പേരിൽ കേസെടുത്തു. അദ്ദേഹം അഭിമാനത്തോടെ പറയാണ്. എനിക്ക് അതൊക്കെ കേട്ടം പുച്ഛമാണ് തോന്നിയ ആ മനുഷ്യനോട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും ഇരുന്ന് വാചകം അടിക്കരുത്. സത്യസന്ധതയോടെ സംസാരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താഴെക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകരോട് ചോദിക്കണം, ഈ ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞവൻ ഒരു പെണ്ണുപിടിയനാണോ, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നവനാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം വാചകം അടിക്കാൻ. അല്ലാതെ ഞാൻ ഇരട്ടച്ചങ്കൊണ്ട് മറ്റേ വാളിന്റെയും കുന്തത്തിന്റെയും ഇടയിൽ കൂടെയൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വങ്കത്തരങ്ങൾ ഇരുന്ന് പത്രസമ്മേളനത്തിൽ അടിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേദനയുണ്ട് പിണറായി വിജയൻ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ മീശയും വെച്ച് നടക്കുന്ന നെളിഞ്ഞ് മറ്റേ പിണറായിയുടെ അത്രയും 52 ഇഞ്ച് ഇല്ലെങ്കിലും 10-40 ഇഞ്ചുള്ളവന്മാരൊക്കെ നെളിഞ്ഞ് നടക്കുന്ന അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇവിടെ പിണറായിയോട് പോയി മുഖത്തോട് മുഖം സംസാരിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ആളല്ലേ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ രഞ്ജി പണിക്കർ. എന്താ ഇവരൊക്കെ പോവാത്തെ? ഇപ്പോ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ അയാളെ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് പോയിച്ച് പുറത്തേക്ക് അടിച്ച് അയാളെ പേര് കേസ് കൊടുത്തു. ഇപ്പൊ അറിഞ്ഞ സംഭവം അറിഞ്ഞില്ലേ? ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ചെറുക്കൻ 2012 എന്താണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്, 15 ആ ഹോട്ടൽ വന്നത്. ഇപ്പൊ ആ ചെറുക്കൻ പറയാണ് ഞാൻ വേണമെങ്കിൽ കേസ് പിൻവലിക്കാന്ന്. അപ്പൊ ഈ രഞ്ജിത്തിനുണ്ടായ മാനനഷ്ടം ആരതിന് പ്രതിവിധി കൊടുക്കും? ഇതൊക്കെ അന്വേഷിക്കണ്ടേ അന്വേഷണ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയൊക്കെ? തീർച്ചയായിട്ടും. ഒരു ചെറുക്കനെ ഒരു സുപ്രഭാതത്തിൽ ചാനലിന് മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് പറയാണ് അവന്റെ നഗ്ന ഫോട്ടോ എടുത്ത് രഞ്ജിത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ആ രേവതി മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോ പുള്ളി ചോദിക്കുന്നില്ലല്ലോ, തലമുടി ഡൈ അടിക്കാതെ നരപ്പിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ എനിക്ക് മനസ്സിലാവും. നിങ്ങളെ രഞ്ജിത്ത് നിങ്ങൾ ഒരു ഫോട്ടോ അയച്ചെന്ന് പുള്ളി ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ആ കൂടെ 5 പേര് പോയതിൽ ഒരാളാണല്ലോ റീമ കല്ലിങ്കൽ. അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ റീമ കല്ലിങ്കൽ എന്നല്ലേ നിങ്ങളെ പേര്? നിങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നൊരു ഗായിക, പിന്നണി ഗായിക, വഴിയെ പോണവരൊന്നുമല്ല,
ഒരു പിന്നണി ഗായിക ഒരു പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ എന്ത് ധൈര്യത്തിൽ എന്നെ കാണാൻ വന്നെന്ന് ചോദിക്കണ്ടേ? അതിന് വരെ അവരോട് ഒന്ന് സെൽഫി എടുക്കണം മുഖ്യമന്ത്രി. അല്ല, പൾസർ സുനി ഈ പറയുന്ന പരാതികൾക്ക് ആണുങ്ങളെ വല വീശി പിടിക്കുകയാണ്. സിദ്ദിഖിനെയൊക്കെ കാശ്മീർ ഭീകരവാദികളെക്കാളും വലിയ ഇതിലല്ലേ പോലീസ് ലുക്കൌട്ട് നോട്ടീസ്, അവിടെ നോട്ടീസ്, ഇവിടെ നോട്ടീസ്, ഹോട്ടൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടുകയാണ് മുകേഷിനെ പിടിക്കുക, അല്ല സിദ്ദിഖിനെ പിടിക്കുക. അല്ല, ഇവിടെ പൾസർ സുനി അവരെ പേരിൽ ഈ പറഞ്ഞ റീമാ കല്ലിങ്കലിന്റെ പേരിൽ വന്ന പരാതിയോ അല്ലെങ്കിൽ രേവതിക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത പരാതി ഒന്നും ഈ പോലീസ് അന്വേഷിക്കില്ല. അതിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലായത്. ആണുങ്ങളെ കുറിച്ചുള്ള പരാതി മാത്രമേ എടുക്കൂ. പൾസർ സുനി പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇത്രയും വലിയ ഒരു കൊടും ക്രിമിനലായ പൾസർ സുനി പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് ഒരു നടനെ 80ഓളം ദിവസം ജയിലിലിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയ, ഒരു മിനിറ്റ് കിടന്നാൽ അത്രയും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു മണിക്കൂർ കിടക്കാൻ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ബോധക്കേടോ ചിലപ്പോൾ ശ്വാസം നിലച്ചു പോകും. എന്റെ 86 ദിവസം ആ മനുഷ്യനെ പിടിച്ച് അവിടെ അകത്തിട്ട്. അത് ഇതുപോലെ ഒരു തെളിവ് പോലും ഇല്ല. ഇത്തരം ഇതുപോലെ ഇത്രയും തെളിവ് പോലും ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ തന്ന പരാതിയുടെ ചില കാര്യങ്ങൾ ചോദിക്കാനെന്ന് വിളിച്ചു വരുത്തിയിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് അയാളെ പിടിച്ച് അകത്തിട്ടാണ് അയാൾക്കെതിരെയുള്ള തെളിവ് അന്വേഷിച്ച് നടക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ ഡിസംബർ പകുതി ആവുമ്പോ വിധി വരുമല്ലോ, അപ്പൊ നമുക്ക് അപ്പോഴും സംസാരിക്കാം ആ വിഷയം. തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു സമയത്തും വിലപ്പെട്ട ഈ സമയം പ്രേക്ഷകർക്ക് വേണ്ടി ഫോണിലൂടെ ഇത്രയും കാര്യങ്ങളിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഒരുപാട് സന്തോഷം സാബു, ഒരുപാട് സന്തോഷം. എന്തു തന്നെയായാലും ഇനിയുള്ള നാളുകളിൽ സുപ്രീം കോടതി ജാമ്യം നടന് കൊടുക്കുമോ? നടനെതിരെ ലൈംഗിക ആക്രമണ കേസ് പറഞ്ഞ ആ നടി പോക്സോ കേസിൽ അകത്താകുമോ? ഇതൊക്കെയാണ് നാളുകളിൽ വരാനുള്ള വാർത്തകൾ. എന്തു തന്നെയായാലും പുതിയ വാർത്തകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഫ്രെയിം ടു ഫ്രെയിമിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.